ഓക്കെ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു ജീവിയെ സഹായിക്കുകയോ ഒരു മനുഷ്യനെ സഹായിക്കുകയോ മറ്റോ ചെയ്യുന്ന ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ മൂലം ഈ ലോകത്തിൽ ജീവനുള്ള മറ്റൊരു ജീവിക്ക് ഗുണമുണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ചില ഹോർമോൺസ് ഉണ്ട്. ഇത് നമ്മൾക്ക് ഒരു ഹാപ്പിനെസ്, നമുക്കൊരു സംതൃപ്തിയൊക്കെ തരും. ഇതിലേറ്റവും മുന്നിൽ നിൽക്കുന്ന സാധനമാണ് സെറട്ടോണിൻ. സെറട്ടോണിൻ എന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആക്റ്റീവ് ആവുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രമാണെന്നല്ല, മറ്റു പല കാരണങ്ങൾ കൊണ്ടും അത് ആക്റ്റീവ് ആവും. പക്ഷേ ഈ സെറട്ടോണിനെ ആക്ടിവേറ്റ് ചെയ്യുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി മറ്റ് ആർക്കെങ്കിലും എന്തിനെങ്കിലും വേണ്ടി എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഭാവത്തിൽ നിന്ന് നമ്മളുടെ ഉള്ളിലേക്ക് വരുന്നൊരു റിഫ്ലക്ഷൻ ഉണ്ട്. ഇതിനെ റിഫ്ലക്റ്റീവ് ഹാപ്പിനെസ് എന്നാണ് പറയുക. റിഫ്ലക്റ്റീവ് ഹാപ്പിനെസ്, അതായത് നമ്മൾ മൂലം മറ്റൊരു ജീവി, മനുഷ്യനടക്കമുള്ള ഏതെങ്കിലും ഒരു ജീവി നമ്മൾ മൂലം കംഫർട്ടാകുമ്പോൾ അതിൽ നിന്ന്, അവരുടെ എക്സ്പ്രഷനിൽ നിന്ന് നമ്മൾ ക്യാപ്ചർ ചെയ്ത്, ആ എക്സ്പ്രഷനെ ക്യാപ്ചർ ചെയ്ത് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ്സാണ് സെറട്ടോണിൻ കൊണ്ടുണ്ടാകുന്ന റിഫ്ലക്റ്റീവ് ഹാപ്പിനെസ്. നമ്മുടെ ജീവിതത്തിലെല്ലാം നമുക്ക് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ സെറട്ടോണിൻ ഉൽപ്പാദിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ അതിന് നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഞാനൊരു 20 ലഡു തന്നു എന്ന് വിചാരിക്കുക. ഈ 20 ലഡു നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ഒറ്റയ്ക്കിരുന്ന് കഴിച്ചാൽ നിങ്ങൾക്കത് മുഴുവൻ കഴിക്കാൻ പറ്റില്ല. കഴിച്ചാൽ തന്നെ നിങ്ങൾക്കൊരു സന്തോഷം കിട്ടുമായിരിക്കും, ലഡു കഴിച്ചതിൻ്റെ സന്തോഷം. ബട്ട് നിങ്ങൾ അടുത്തുള്ള കുറച്ച് ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് എല്ലാവർക്കും ലഡു വിതരണം ചെയ്തുകൊണ്ട് കൂട്ടത്തോടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു സന്തോഷം കിട്ടും. ആ സന്തോഷത്തിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ഇതാണ് വിതരണത്തിലൂടെ കിട്ടുന്ന ഹാപ്പിനെസ് എന്ന് പറയുന്നത്. സെറട്ടോണിനാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട തന്തു. സെറട്ടോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ അടുത്ത പ്രാക്ടീസ് സമയം വരയ്ക്കുള്ള നമ്മുടെ പ്രാക്ടീസ് സെറട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രാക്ടീസും കൂടിയാണ്. ഇതൊരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസാണ്. ഇത് സെറട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രാക്ടീസും കൂടിയാണ്. റിഫ്ലക്റ്റീവ് ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്യുവാനുള്ള ഒരു പ്രാക്ടിക്കൽ എക്സ്പെരിമെൻ്റാണിത്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഒന്നുകിൽ ഒരു ജീവിക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന് എന്തെങ്കിലും ഉപകാരം ചെയ്യുക എന്നുള്ളതാണ്. ഈ ഉപകാരത്തിൽ ഏറ്റവും, ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസിൽ ഈ ഉപകാരത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് ഭക്ഷണം കൊണ്ടുള്ള ഉപകാരമാണ് കേട്ടോ. ഒരു ജീവിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു സാധനം ആയതുകൊണ്ടേ അങ്ങനെയുള്ള ഉപകാരങ്ങൾ വളരെയധികം റിഫ്ലക്റ്റീവ് ഹാപ്പിനെസ് തരും. ഇത് ഈ അന്നദാനത്തിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു പൊരുളതാണ്. നമ്മൾ ഈ എന്താ പറയുക, ജാട കാണിക്കാൻ വേണ്ടി നടത്തുന്ന അന്നദാനങ്ങളുടെ കാര്യമല്ല പറയുന്നത് കേട്ടോ. ശരിക്കും അന്നം വേണ്ട ആളുകൾക്ക് കൊടുക്കുന്ന അന്നദാനത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു ജീവിക്ക് ഭക്ഷണം നൽകുക അല്ലെങ്കിൽ വെള്ളം നൽകുക. നമ്മളുടെ ഒരു പെറ്റിന് നമ്മൾ എന്നും കൊടുക്കുന്നുണ്ടായിരിക്കും, അപ്പോൾ അതിനെ അത്ര പരിഗണിക്കേണ്ട. ഇതിൽ നമ്മൾ സ്ഥിരം ചെയ്യാത്തൊരു ആക്ടിവിറ്റി ചെയ്യാൻ ശ്രമിക്കുക. അത് പറ്റില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പെറ്റിനോ മറ്റോ ചെയ്തോളൂ. ഒന്നുകിൽ ഒരു മൃഗത്തിന് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുക, കുടിക്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു മനുഷ്യന് എന്തെങ്കിലും ഉപകാരം ചെയ്യുക, അല്ലെങ്കിൽ ഭക്ഷണമോ വെള്ളമോ എന്തെങ്കിലും ഓഫർ ചെയ്യുക. ജസ്റ്റ് നിങ്ങളൊരു കൂൾ ഡ്രിങ്ക്സോ എന്തെങ്കിലും വാങ്ങി കുടിക്കുകയോ അല്ലെങ്കിൽ ഒരു ചായ കുടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് പുറത്തൊക്കെ പോകുന്നവരാണെങ്കിൽ അവിടെ കാണപ്പെടുന്ന ഒരാൾക്കും കൂടെ ഒന്ന് ഓഫർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയൊരു കൂൾ ഡ്രിങ്ക്സ് വേറൊരാൾക്കും കൂടെ കുടിക്കാൻ കൊടുക്കുക, ഒരു ഗ്ലാസ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഉപകാരം, അപ്രതീക്ഷിതമായൊരു ഉപകാരം. ഇങ്ങനെ ഫുഡ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങളൊരു ബസ്സിലെ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്നതാകാം, ഒരാൾക്ക് ലിഫ്റ്റ് കൊടുക്കുന്നതാകാം, ഒരാളെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്നതാകാം. അങ്ങനെ ഒരു സപ്പോർട്ട്, മറ്റൊരു ജീവിക്കൊരു സപ്പോർട്ട്, സഹജീവി കാരുണ്യം. ഇതിലൂടെ നമ്മുടെ ഉള്ളിൽ സെറട്ടോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ സെറട്ടോണിൻ നമ്മൾക്ക് സന്തോഷം തരും. ഇതാണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ട മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്. ഇത് പൂർണ്ണ മനസ്സോടെയും സന്തോഷത്തോടെയും ചെയ്യണം കേട്ടോ. നമുക്ക് പൊതുവേ നമ്മളുടെ എന്തെങ്കിലും മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് പോകുന്നത് ഇഷ്ടമല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അത് ഈ ഒരു പ്രാക്ടീസിൽ അത് മാറ്റിവെക്കണം. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി കുറച്ച് സമയം അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് എനർജി, നമ്മുടെ എന്തൊരു വസ്തു മറ്റൊരാൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. ഇതാണ് ഇന്നത്തെ പ്രാക്ടീസ്. ഇതെല്ലാവരും ചെയ്യാം. ഓക്കെ, ഇതിൽ വരുന്ന കാര്യം, ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ ഉള്ളിൽ കൈൻഡ്നെസ് ഡെവലപ്പ് ആവും. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ ഉള്ളിൽ, നമ്മുടെ ഈ ശരീരം അല്ലെങ്കിൽ നമ്മുടെ മനസ്സൊക്കെ പ്രവർത്തിക്കുന്നത് നമ്മളതിനെ ഒരു കെമിക്കൽ ഫാക്ടറി ആയിട്ട് മനസ്സിലാക്കണം.
അപ്പോഴാണിത് പെട്ടെന്ന് പിടികിട്ടുക. നമ്മളുടെ ഓരോ ഇന്ദ്രിയങ്ങളിലൂടെയും നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ, കേൾക്കുന്ന ശബ്ദങ്ങൾ, ഭാവങ്ങൾ, മറ്റു ജീവികളിൽ നിന്ന് കിട്ടുന്ന ഭാവങ്ങൾ, ഈ ഭാവങ്ങളെയൊക്കെ ക്യാപ്ചർ ചെയ്തിട്ട് നമ്മൾ ഭാവങ്ങളെ റീപ്രോസസ്സ് ചെയ്യുന്ന ഒരു മെക്കാനിസം ഉണ്ട് നമ്മുടെ ഉള്ളിൽ. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളുടെ ഭാവം റീപ്രോസസ്സ് ചെയ്യുന്ന ഒരു മെക്കാനിസം, ഡീകോഡ് ചെയ്യുന്ന മെക്കാനിസം. ആ മെക്കാനിസത്തിന് നമ്മൾ ബോധപൂർവ്വം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് രസം. നമ്മുടെ മുന്നിൽ ഒരാൾ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവാറില്ലേ? പ്രത്യേകിച്ച് കാരണം എന്ന് പറയുന്നത് ഒരാൾ നമ്മളോട് മുഖം തരുന്നില്ല, നമ്മളെ കാണുമ്പോൾ സന്തോഷമില്ലാതെയാവുന്ന അയാൾക്ക്, അത് നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവുന്നില്ലേ? ഇതാണ് ഭാവത്തെ ഡീകോഡ് ചെയ്തിട്ട് നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് ഇമോഷൻസ് ഓപ്പണായി. ഇതേപോലെ ഭാവത്തെ ഡീകോഡ് ചെയ്തിട്ട് നമ്മളുടെ പോസിറ്റീവ് സൈഡും ഓപ്പൺ ആക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ മുന്നിൽ ഒരു ജീവിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഭാവം പോസിറ്റീവായി മാറണമെങ്കിൽ നോർമലായിട്ട് ചിലപ്പോൾ ആവില്ലായിരിക്കും, നമ്മളതിനൊരു ട്രിഗർ കൊടുക്കുന്നു എന്നുള്ളതാണ്. സോ കൈൻഡ്നെസ് ഫോർ അവർ സെൽഫ്, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ കൈൻഡ്നെസ് കാണിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ, ഒറ്റ വാക്കിൽ ഞാൻ ഉത്തരം പറയും, നമുക്ക് സെറട്ടോണിൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് അവർക്ക് കുറേ ഗുണങ്ങൾ ഉണ്ടാവുമായിരിക്കും, അതൊക്കെ വേറെ കാര്യം. നമുക്ക് സെറട്ടോണിൻ ഉണ്ടാകണമെങ്കിൽ നമ്മൾ കൈൻഡ്നെസ് കാണിക്കണം. ഇതിനു വേണ്ടിയെങ്കിലും മറ്റൊരാൾക്ക് ഗുണം ചെയ്യുക, ഒരു ജീവിക്കോ ഒരു മനുഷ്യനോ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുക. ഇതാണ് നമ്മുടെ പ്രാക്ടീസ്, ഇന്നത്തെ പ്രാക്ടീസ്. ഓക്കെ, അപ്പോൾ തയ്യാറായിക്കോളൂ. ഇത് മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യൂ, സന്തോഷത്തോടെ ചെയ്യൂ. നിങ്ങളാ ചെയ്യുന്ന ആക്ടിവിറ്റി ഫോട്ടോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കുക, എനിക്ക് അയച്ചു തരിക. മൈൻഡ്ഫുൾനെസ്സിൻ്റെ നെക്സ്റ്റ് സ്റ്റേജാണിത്. ഇത് നമ്മുടെ ഉള്ളിലെ വളരെ വളരെ വാല്യുബിളായ ഒരു സോഷ്യൽ ആനിമൽ എന്നുള്ള രീതിയിൽ വളരെ വാല്യുബിളായിട്ടുള്ള ഒരു ഇമോഷനെ ഉത്തേജിപ്പിക്കുന്ന, റിഫ്ലക്റ്റീവ് ഹാപ്പിനെസ്സിനെ ഉത്തേജിപ്പിക്കുന്ന ഒരാക്റ്റാണ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ശരി. ഇനി ഒരു ഇൻഫർമേഷൻ തരാം. നാളെ എനിക്കൊരു പുറത്തൊരു പ്രോഗ്രാമുണ്ട്. നാളെയും 12-ാം തീയതിയും പുറത്ത് പ്രോഗ്രാമുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ പുറത്ത് പ്രോഗ്രാം വരും. അപ്പോൾ എൻ്റെ കോഴ്സുകളിലുള്ള ആളുകളൊക്കെ എന്നോട് കുറച്ചൊന്ന് സഹകരിക്കൽ തന്നെയാണ് പതിവ്. അപ്പോൾ നാളെ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, രാവിലെ എനിക്ക് ഒരു 7 മണിക്ക് പോകണം, രാത്രി 7 തിരിച്ചെത്താൻ. അപ്പം നാളെ രാവിലെ നിങ്ങൾക്ക് ഉള്ള സെഷൻ 6 മണിക്ക് ഞാൻ വയ്ക്കാൻ പ്ലാനിട്ടിരിക്കുകയാണ്. നാളെ രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും പങ്കെടുക്കാൻ പറ്റില്ലെങ്കിൽ ബുദ്ധിമുട്ടണ്ട, അതിൻ്റെ റെക്കോർഡ് അയച്ചു തരും, അത് യൂസ് ചെയ്യാവുന്നതാണ്. മറ്റന്നാൾ വീണ്ടും പഴയ പോലെ നമ്മൾ ഈവനിങ്ങിലായിരിക്കും. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഇപ്പം ഞാൻ തന്ന ഈ പ്രാക്ടീസ് നാളെ ആയിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുണ്ടാവുക. പക്ഷേ നാളെ രാവിലെ ഞാൻ വേറൊരു പ്രാക്ടീസ് നിങ്ങൾക്ക് തരും ചെയ്യും. ആ പ്രാക്ടീസ് നാളെ രാവിലെ തന്നെ ചെയ്യണ്ട, മറ്റന്നാൾ രാവിലെ ചെയ്താൽ മതി. അല്ലെങ്കിൽ നാളത്തെ ഈ പ്രാക്ടീസ് കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് ചെയ്താൽ മതി. നാളെ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഞാൻ ഇപ്പം തന്ന പ്രാക്ടീസാണ്. നാളെ മോർണിംഗിൽ തരുന്ന പ്രാക്ടീസ് അത് കഴിഞ്ഞിട്ട് അടുത്ത മറ്റന്നാൾ വൈകുന്നേരത്തെ സെഷൻ ആകുമ്പോഴേക്കും ചെയ്തു തീർത്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ പ്രാക്ടീസിൻ്റെ സെഗ്മെൻറ്റ് കഴിഞ്ഞു. ഇതാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് എന്തെങ്കിലും ഡിസ്കഷൻ ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും എന്നോട് സംസാരിക്കാനുണ്ടോ അല്ലെങ്കിൽ ചോദിക്കാനുണ്ടോ? ചോദിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും നമ്മൾ 30 ദിവസം പരസ്പരം കണക്റ്റ് ആയിരിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിലൊക്കെ ചോദിക്കാനുള്ള സമയം ഇതുപോലെ ഓരോ ദിവസം ഞാൻ 5 മിനിറ്റൊക്കെ ഇങ്ങനെ തരും നിങ്ങൾക്ക്. അത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ആരെങ്കിലും ഉണ്ടോ? ഞാൻ നിങ്ങളെ പറയൂ. ഒരു സംശയം. നമ്മൾ യൂണിവേഴ്സൽ എനർജി, കോസ്മിക് എനർജി, അല്ലെങ്കിൽ എന്താ പറയുക പ്രപഞ്ചശക്തി എന്നൊക്കെ പറയുക, അല്ലെങ്കിൽ ഡിവൈൻ എനർജി, അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു വേർതിരിച്ചെങ്ങനെ കാണുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നമുക്ക് ഒരു ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ആ ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുക? വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളൊരു മേഖലയാണ് കേട്ടോ അത്. നമുക്ക് ദൈവം എന്ന് തന്നെ പറയാം വേണമെങ്കിൽ. അത് നമ്മൾ ഈ യൂണിവേഴ്സൽ എനർജിയാണ് ദൈവം എന്ന് വിളിക്കുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ യൂണിവേഴ്സൽ ഫോഴ്സ് ന്യൂട്രലാണ്. ഇത് മനസ്സിലാക്കുമ്പോഴാണ് ബാക്കിയെല്ലാം മനസ്സിലാവുക. അതിനു മുമ്പ് ഞാനൊരു ഡിസ്ക്ലെയിമർ പറയാം. ഞാൻ സംസാരിക്കുന്ന പ്ലാറ്റ്ഫോം അദ്വൈതമാണ്. യൂണിവേഴ്സൽ വൺനെസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിന്നിട്ടാണ് ഞാൻ ഇതിനെല്ലാം മനസ്സിലാക്കുന്നത്. കാരണം ഇത് ഫിലോസഫിക്കൽ സൈഡാണ്. അപ്പോൾ ഫിലോസഫി മാറുമ്പോൾ ആശയം മാറും. ഞാൻ പല ഫിലോസഫീസും പഠിച്ചിട്ടുണ്ട്. ദ്വൈതവും പഠിച്ചിട്ടുണ്ട്, അദ്വൈതവും പഠിച്ചിട്ടുണ്ട്, വിശിഷ്ട അദ്വൈതവും പഠിച്ചിട്ടുണ്ട്. ഈ 3 കാറ്റഗറിയിലാണ് ലോകത്തിലെ എല്ലാ മതങ്ങളും വരാറുള്ളത്. പൊതുവെ മതങ്ങളിൽ പറയുന്ന എല്ലാ വിശ്വാസങ്ങളും ഒന്നുകിൽ ദ്വൈതം പറഞ്ഞാൽ ഞാനും ദൈവവും എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. അദ്വൈതം എന്ന് പറയുമ്പോൾ ആകെ ഇവിടെ ഒരൊറ്റ എനർജിയേ ഉള്ളൂ, ആ എനർജി തന്നെയാണ് ഞാനുമായി മാറിയിരിക്കുന്ന ആ എനർജിയാണെന്നുള്ളതാണ്. വിശിഷ്ടാദ്വൈതം എന്ന് പറഞ്ഞാൽ ഒരേ സമയം ആ സൂപ്പർ
മൈൻഡിന് വേറൊരു എക്സിസ്റ്റൻസ് ഉണ്ടേനും എന്നാൽ അത് നമ്മളെല്ലാമായി മാറിയിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ 3 കോൺസെപ്റ്റുകളാണ് ഈ ലോകത്തിലുള്ളത്. ഇതിൽ എനിക്ക് 3ഉം ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഒരു ലോജിക്ക് ഫീൽ ചെയ്തൊരു സാധനം, മാത്രമല്ല നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും ഈസി ആയിട്ട് തോന്നിയൊരു സാധനം ഇതാണ്. യൂണിവേഴ്സൽ എനർജി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, അത് ന്യൂട്രലാണ്. ദർ ഇസ് നോ നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഇൻ യൂണിവേഴ്സൽ എനർജി. യൂണിവേഴ്സൽ സൂപ്പർ മൈൻഡിന് ഒന്നും നെഗറ്റീവും പോസിറ്റീവും ഇല്ല. നമുക്കാണ് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉള്ളത്. അപ്പം നമുക്ക് മരിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി നെഗറ്റീവ് ആയിരിക്കും അല്ലേ? പൊതുവെ എല്ലാവർക്കും മരണം എന്നുള്ളത് നമുക്ക് ഇഷ്ടമില്ലല്ലോ, നെഗറ്റീവാണ്. ബട്ട് ഒരു യൂണിവേഴ്സൽ വിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ മരിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. മരിക്കണം. എപ്പം മരിക്കണോ അപ്പം മരിക്കണം. അതുതന്നെയാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ എൻ്റെ മരണത്തെക്കുറിച്ചൊന്നും എനിക്ക് ഒരു തരി പോലും ഞാൻ ബോധേഡാവുന്നില്ല. അപ്പോൾ നമ്മുടെ വീട്ടുകാരെക്കുറിച്ച് ചിന്തിക്കേണ്ട, ഒന്നും ചിന്തിക്കേണ്ട. ഞാനൊന്നുമല്ല എൻ്റെ വീട്ടുകാരുടെ ഉത്തരവാദി. ഈ ലോകത്ത് ജനിച്ച എല്ലാ ജീവികളും ജീവിക്കും. നമ്മൾ ഉള്ളപ്പോൾ എന്ത് ചെയ്യണമെന്ന് മാത്രം നോക്കിയാൽ മതി. അല്ലാതെ ഈ ലോകത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം, കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ ഗ്യാരണ്ടി കാർഡില്ലാത്തൊരു ജീവിയാണ്. ഏത് മൊമെൻറ്റിലും തട്ടിപ്പോകും. അപ്പോൾ നമ്മളങ്ങനെ ഉള്ള സമയത്ത് ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ബാക്കി ഒന്നിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ജീവിക്കണം. യൂണിവേഴ്സാണ് അതിൻ്റെ ഉത്തരവാദി. ജനിപ്പിച്ച യൂണിവേഴ്സ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. അപ്പോൾ മരണം നമുക്ക് നെഗറ്റീവായിരിക്കും, രോഗം നമുക്ക് നെഗറ്റീവായിരിക്കും, ദാരിദ്ര്യം നമുക്ക് നെഗറ്റീവായിരിക്കും. ബട്ട് യൂണിവേഴ്സൽ വിഷനിൽ നോക്കുമ്പോൾ അത് നെഗറ്റീവും അല്ല പോസിറ്റീവും അല്ല, അതൊരു ന്യൂട്രൽ ആക്റ്റാണ്. അപ്പോൾ യൂണിവേഴ്സൽ എനർജി ന്യൂട്രലാണ്. അതുകൊണ്ട് യൂണിവേഴ്സൽ എനർജിയുടെ കൂടെ നമ്മൾക്ക് സംവേദനം ചെയ്യണമെങ്കിൽ, യൂണിവേഴ്സൽ എനർജിയുടെ കൂടെ കണക്റ്റ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂട്രൽ ആയിരിക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ ഒരേ ഫ്രീക്വൻസിയിൽ എത്തുമ്പോഴാണ് നമ്മൾ കണക്റ്റ് ആവുക. അപ്പോൾ നമ്മളും യൂണിവേഴ്സൽ എനർജിയും തമ്മിൽ കണക്റ്റ് ആകണം എന്നുണ്ടെങ്കിൽ ഒരേ ഫ്രീക്വൻസിയിൽ എത്തണം. എന്താ ഫ്രീക്വൻസി? ന്യൂട്രൽ ഫ്രീക്വൻസി. ഈ ലോകത്തുള്ള നമ്മളെ ദുഃഖിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതുമായ നിന്ദ, സ്തുതി, മാനം, അപമാനം, സുഖം, ദുഃഖം, ജയം, പരാജയം, ശീതം, ഉഷ്ണം, ഇങ്ങനെയുള്ള ഒരു ദ്വന്ദ്വ അനുഭവങ്ങളോടും ഒരു പരിഭവവും ഇല്ലാത്ത അവസ്ഥ. എല്ലാം ഉണ്ടായിക്കോട്ടെ, എല്ലാം നമുക്ക് വേണ്ട തന്നെയാണ് എന്ന് ചിന്തിക്കുന്നൊരവസ്ഥ. ഇങ്ങനത്തെ ഒരു ന്യൂട്രൽ കോൺഷ്യസ്നെസ്സിലിരിക്കുമ്പോൾ നമ്മൾക്ക് യൂണിവേഴ്സൽ കണക്ഷൻ വളരെയധികം ഫീൽ ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് കൂടെ പറഞ്ഞുതരാം. യൂണിവേഴ്സൽ വൺനെസ് പ്രാക്ടീസാണത്. അതായത് ഈ പ്രപഞ്ചത്തിലുള്ള സകലതും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റംസ് ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലേ? ആറ്റംസ് ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ പിന്നിൽ സബറ്റമിക് പാർട്ടിക്കിൾസും ഒരുപാട് അതിൻ്റെ സറ്റിൽ എനർജി ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ ശരീരവും ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന മൈക്കും ഞാനിട്ടിരിക്കുന്ന വസ്ത്രവും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഏതോ ഒരു എനർജി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു റോ മെറ്റീരിയലുണ്ട്, ഒരു ബേസിക് റോ മെറ്റീരിയലുണ്ട്. ആ ബേസിക് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല, അതൊരു കോൺഷ്യസ്നെസ്സാണ്. ആ ബേസിക് കോൺഷ്യസ്നെസ്സിനെ നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഞാൻ ഈശ്വരനിൽ നിന്നും അന്യമല്ല, ഞാൻ അതിനകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈശ്വരനിൽ നിന്നും അന്യമല്ലാത്തത് കൊണ്ട് എനിക്ക് ഈശ്വരനോട് പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യാനില്ല, പ്രാർത്ഥിക്കാനും ഒന്നുമില്ല. ഞാൻ ആ അവബോധത്തിലിരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാൻ ഈ പ്രപഞ്ചത്തിൽ നിന്നും അന്യമല്ല, പ്രപഞ്ച മനസ്സിൽ നിന്നും അന്യമല്ല. ആകെയുള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ? എനിക്ക് ഒരു സെപ്പറേറ്റ് ചിന്താഗതി വർക്ക് ചെയ്യും. എൻ്റെ ഉള്ളിൽ ഒരു അനിൽകുമാർ PC എന്ന വ്യക്തിത്വം പ്രവർത്തിക്കുന്നുണ്ടെന്ന് മാത്രം. അതുകൊണ്ടാണ് ഞാൻ വേറെയാണെന്ന് തോന്നുന്നത്. ഈ വ്യക്തിത്വം ഓഫായി കിടക്കാറുണ്ട്, ഇടയ്ക്ക് ഉറങ്ങുമ്പോൾ, ബോധം പോകുമ്പോൾ ഒക്കെ ഓഫായി കിടക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഇല്ല ഇവിടെ. പിന്നെ ഞാൻ എന്നെക്കുറിച്ചുണ്ടാക്കിയ ഓരോ അവബോധങ്ങളും ഇഞ്ചക്റ്റ് ചെയ്തതാണ്. എനിക്ക് ജനിച്ചപ്പോൾ ഒരു ഐഡിയ ഇല്ലായിരുന്നു. എനിക്ക് പേരിട്ടതാണ്, ആണാണ് എന്ന് എന്നെ പഠിപ്പിച്ചതാണ്. മതം, ജാതി, രാജ്യം, ഭാഷ ഒക്കെ എൻ്റെ മേലെ കെട്ടിവെച്ചതാണ്. ഇതെല്ലാം ഒന്ന് അഴിച്ചു വെച്ചിട്ട് ഞാൻ അക്യുമുലേറ്റ് ചെയ്ത എൻ്റെ സകല പേഴ്സണൽ അവബോധങ്ങളെയും ഒന്ന് അഴിച്ചു വെച്ചിട്ടിരിക്കുക. പേരഴിച്ചു വയ്ക്കുക, ആണാണെന്നുള്ള ബോധം അഴിച്ചു വയ്ക്കുക, ജനിച്ചത് ഹിന്ദു വീട്ടിലാണ്, ഹിന്ദു ആണെന്നുള്ള ബോധം അഴിച്ചു വയ്ക്കുക, മലയാളിയാണെന്നുള്ള ബോധം അഴിച്ചു വയ്ക്കുക, ഇന്ത്യനാണെന്നുള്ള ബോധം അഴിച്ചു വയ്ക്കുക. ഇങ്ങനെ സകല ലിമിറ്റഡ് കോൺഷ്യസ്നെസ്സും അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സിനെ ലയിച്ചങ്ങോട്ട് ചേരും. അതിലേക്ക് നമ്മൾ പരന്നു പോകുകയുണ്ട്. നമ്മളെന്ന പോയിൻ്റ് ഇല്ലാതെയോ ഈ പോയിൻറ്റിനെ നശിപ്പിക്കുകയാണ് നമ്മൾ ആ മൊമെൻറ്റിൽ. ദിസ് ഈസ് യൂണിവേഴ്സൽ കണക്ഷൻ. ഈ കണക്ഷനിൽ നമ്മൾ ഇരിക്കുമ്പോൾ എന്താ നമുക്ക് ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ, എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മളുടെ ജീവിതത്തിൽ നെഗറ്റീവായിരിക്കുന്നതിനൊക്കെ പോസിറ്റീവാക്കുക എന്ന് പറഞ്ഞ പരിപാടിക്ക് ഞാൻ നിൽക്കാറില്ല. ഞാൻ നിൽക്കാറുള്ളത് ഈ ലോകം എൻ്റെ മുന്നിൽ എന്ത് വെച്ച് നീട്ടുന്നോ അത് മുഴുവൻ ഇരു കൈ നീട്ടി സ്വീകരിക്കും. ഞാൻ ദുഃഖമാണെങ്കിലും സ്വീകരിക്കും, സന്തോഷമാണെങ്കിലും സ്വീകരിക്കും.
ഞാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ഞാൻ പരിശ്രമിക്കുന്ന എല്ലാം സക്സസ് ആവണമെന്നൊന്നുമില്ല. പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാൻ. അവിടെയാണ് കർമ്മണി ഏവ അധികാരസ്ഥേ മാ ഫലേഷു കഥാചന. ഞാൻ ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടിരിക്കും, എന്താ റിസൾട്ടെന്ന് എനിക്കറിയില്ല, വരുന്നത് ഞാൻ സ്വീകരിക്കും. ഞാൻ അങ്ങനെയാണ് അനുഭവിക്കേണ്ട ആളാണെങ്കിൽ അനുഭവിക്കട്ടെ എന്ന്. എനിക്കതിൽ ഖേദമില്ല എന്നാണ്. ഖേദവും പ്രമോദവുമില്ല. മതിമറന്ന് ആഹ്ലാദിക്കാറുമില്ല, ഞാൻ ദുഃഖിക്കാറുമില്ല, ന്യൂട്രലായിട്ട് നിൽക്കും. ഇതാണ് ഡിവൈൻ്റെ കൂടെയുള്ള എൻ്റെ കണക്ഷൻ. ഇതൊരു എൻ്റെ അഭിപ്രായത്തിൽ ഒരു നല്ല ആറ്റിറ്റ്യൂഡാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ദിസ് ഈസ് മൈ എക്സ്പ്ലനേഷൻ. ഓക്കെ സർ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ചോദിച്ചോളൂ. അതായത് ഇപ്പം നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു ശക്തി അല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്നത് അത് തന്നെയാണല്ലോ എല്ലാ ജീവജാലങ്ങളിലും മനുഷ്യരിലും ഉള്ളത്. അതെ. അപ്പോൾ ഇപ്പൊ നമ്മളങ്ങനെ സ്പിരിച്വൽ ആവുമ്പോൾ നമുക്ക് ഒരുപക്ഷെ നല്ല ക്വാളിറ്റീസ് ഉണ്ടാവാം. ലൈക്ക് ഉദാഹരണം ക്ഷമ, സഹനം, ഈ പറഞ്ഞ എല്ലാം ഈക്വലി കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഓട്ടോമാറ്റിക്കലി വരും. അപ്പൊ നമ്മളത് രണ്ട് ഭാഗങ്ങളാണെന്ന് ചിന്തിക്കാറുള്ളൂ. പക്ഷെ മറുപുറത്ത് മനുഷ്യരുണ്ടാവുമല്ലോ, ഇപ്പം അങ്ങനെ അല്ലാത്ത മനുഷ്യരെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെ ചൂഷണം ചെയ്യാം എന്ന് വെച്ചാൽ നമ്മളോട് വളരെ ദുഷ്ടരായ, കരുണയില്ലാത്ത, ക്രൂരരായ മനുഷ്യരുണ്ട്. അപ്പോൾ അവരുടെ ഉള്ളിലും ഉള്ളത് ഈ ദൈവം. നമ്മളങ്ങനെ ആ ഒരു റെസ്പെക്റ്റോടെ ആയിരിക്കും. ഇപ്പൊ ഞാൻ അങ്ങനെയാ കാണുന്നത്. ഇപ്പൊ എന്നെ ഒരാൾ ഇതാക്കിയാലും ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന അവരുടെ ഉള്ളിലുള്ള ആ ദൈവീയതയായിരിക്കും. പക്ഷെ അവരത് ഡിസർവ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അവരിപ്പം എന്റെ ഉള്ളിലുള്ള ആ ഒരു ചൈതന്യത്തിനെ അവർ റെസ്പെക്ട് ചെയ്യാതെ ബിഹേവ് ചെയ്യുന്ന സിറ്റുവേഷൻസ് എല്ലാവർക്കും വരാം ലൈഫിൽ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഭാവം? മനസ്സിലായി. ഇത് സ്പിരിച്വൽ മേഖലയിൽ മനസ്സ് കൊണ്ടുപോയി ഇടപഴകുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട്. സ്പിരിച്വാലിറ്റിയുടെ കോറാണ് പരമാർത്ഥവും വ്യവഹാരവും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ. ഇത് ശരിക്കും ഒരു സ്പിരിച്വൽ ഗുരുവിൻ്റെ അടുത്ത് സ്പിരിച്വാലിറ്റി പഠിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ പഠിക്കുള്ളൂ. പരമാർത്ഥവും വ്യവഹാരവും. ഈ വാക്ക് കേട്ടിട്ടുണ്ടോ? പരമാർത്ഥം വ്യവഹാരം എന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് പ്രശ്നം. അതാണ് മുറിവൈദ്യൻ ആളെ കൊല്ലും പറയുന്നത്. പരമാർത്ഥം വ്യവഹാരം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, പരമാർത്ഥം എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കേണ്ട പ്രപഞ്ചാവബോധമാണ്, ഡിവൈൻ കോൺഷ്യസ്നെസ്. വ്യവഹാരം എന്ന് വെച്ചാൽ ഒരു ജീവി എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചു പോകാൻ വേണ്ടി നമ്മൾ പാലിക്കേണ്ട ചില ബേസിക് പ്രിൻസിപ്പിൾസാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു തീവ്രവാദി വന്ന് മുന്നിൽ തോക്ക് ചൂണ്ടി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ലോക സമസ്ത സുഖിനോഭവന്തോ അല്ല പറയേണ്ടത്. എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നു, അല്ലെങ്കിൽ എങ്ങനെ തിരിച്ച് അങ്ങോട്ട് ആക്രമിക്കാൻ പറ്റുന്നു തന്നെ നോക്കേണ്ടത്. ഒരു ജീവി ലോകത്ത് ജീവിക്കുമ്പോൾ വ്യാപാര ചതുഷ്ടയം എന്ന് പറഞ്ഞിട്ടുള്ള 4 കാര്യങ്ങൾ ചെയ്യാൻ ആ ജീവി നിർബന്ധിതമാണ്. ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, പിന്നെ പ്രജനനം ചെയ്യുക. അല്ലെങ്കിൽ പ്രജനനം ചെയ്യുക മാത്രം അർത്ഥമില്ല, തൻ്റെ വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. വർഗത്തെ വർദ്ധിപ്പിക്കുകയോ വർഗത്തെ സംരക്ഷിക്കുകയോ ഒക്കെ ചെയ്യുക. മറ്റൊന്നാണ് പ്രാണരക്ഷ ചെയ്യുക, സ്വന്തം ജീവിതം നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. അപ്പോൾ അവിടെ നിങ്ങളെ ആക്രമിക്കുന്ന ഒരു കടുവ നിങ്ങളുടെ മുന്നിൽ ചാടി വീഴുകയാണെങ്കിൽ, ഒരു പേപ്പട്ടി നിങ്ങളെ കടിക്കാൻ വരികയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ഡിവൈൻ കോൺഷ്യസ്നെസ് അതിനകത്തുണ്ടെന്നും പറഞ്ഞിട്ട് മിണ്ടാതെ ഓം ശാന്തി എന്ന് പറഞ്ഞിരിക്കണോ നമ്മൾ? അല്ല. അവിടെ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മോഡ് മെക്കാനിസം ഓൺ ചെയ്യണം. ഒന്നുകിൽ നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ അവിടെ പ്രതികരിക്കണം. ഇതാണ് വ്യവഹാരം. ഞാനെന്ന ജീവൻ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് സ്പിരിച്വാലിറ്റി ഒന്നും ഉണ്ടാവില്ല. ജീവനെ നിലനിർത്തൽ നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ എൻ്റെ ജീവനോ ജീവിതമോ ആപത്തിലാക്കുന്ന ആളുകളോട് ചുട്ട മറുപടികൾ കൊടുക്കുവാൻ നമുക്ക് ബോധ്യം ഉണ്ടായിരിക്കണം. ഇതാണ് വ്യവഹാര ഭാഗം എന്ന് പറയുന്നത്. പരമാർത്ഥ ഭാഗത്തിൽ നമുക്ക് ആരോടും വിരോധമൊന്നുമില്ല. പക്ഷേ വ്യവഹാര ഭാവത്തിൽ നമുക്ക് ചെയ്യേണ്ട പ്രവൃത്തി ചെയ്തിരിക്കണം. ഇന്ത്യൻ അതിർത്തിയിൽ ജോലി ചെയ്യുന്ന പട്ടാളക്കാർ കൗൺസിലിങ്ങിന് വരാറുണ്ട്. അപ്പോൾ അവർക്ക് വലിയ ചില സ്പിരിച്വൽ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ പറയും, വെടിവെച്ച് കൊല്ലാൻ ഓർഡർ കിട്ടിയ മുന്നിൽ നിൽക്കുന്ന ആളുടെ നെഞ്ചിലേക്ക് വെടിവെക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസികാവസ്ഥ ഉണ്ട് സാർ, അത് എൻ്റെ ധർമ്മത്തിന് യോജിക്കുന്നില്ല എന്ന് ഞാൻ പറയും. നിൻ്റെ ധർമ്മത്തിന് യോജിക്കുന്നില്ലെങ്കിൽ നീ വല്ല ചായക്കടയും നടത്തിക്കൊള്ളാൻ പറയും ഞാൻ. നീ അതിർത്തിയിലാണെങ്കിൽ വെടിവെച്ച് കൊല്ലണം. നീ അവനോട് ഒരു തരത്തിലും മാനസിക വിരോധം കാണിക്കേണ്ട. നിൻ്റെ ഡ്യൂട്ടി നീ ചെയ്യണം. അതാണ് അവിടുത്തെ ഡ്യൂട്ടി. ഒരു പോലീസാണെന്നുണ്ടെങ്കിൽ ഒരു കള്ളനെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പൂർണ്ണമതം ചൊല്ലിക്കൊണ്ടിരിക്കരുത്. അവിടെ വേണ്ട പോലെ കൈകാര്യം ചെയ്യണം. ഇതിനാണ് വ്യവഹാരം എന്ന് പറയുക. ഒരു സാമൂഹിക ജീവി എന്ന രീതിയിൽ നമ്മൾ നടന്നു പോകുമ്പോൾ, ജീവിച്ചു പോകുമ്പോൾ പാലിക്കേണ്ട പ്രിൻസിപ്പിൾസ്. അവിടെയൊക്കെ നമ്മുടെ ക്ഷമ ചിലപ്പോൾ ഒരു ക്രൂരകർമ്മമായി മാറും. നമ്മളൊരു ദുഷ്ടനോട് ക്ഷമിക്കുന്നത് സമൂഹത്തോട് ചെയ്യുന്ന വലിയ ക്രിമിനൽ കുറ്റമാണ്. ഒരു ദുഷ്ടനോട് ക്ഷമിക്കരുത്. ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണം, ഒരു ബസ്സിൽ കയറിയിരിക്കുന്ന ഒരു സ്ത്രീയെ ഒരു പുരുഷൻ മുട്ടി ഉരുമി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അവരോട് ക്ഷമിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് മനസ്സിലാവുന്ന എന്താ വെച്ചാൽ, ഇത് പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാണെന്നുള്ളതാണ്. അപ്പോൾ അടുത്തത് വേറൊരു പെണ്ണിനോട് കാണിക്കും. നിങ്ങൾ തന്നെ വേണ്ട പോലെ ഒന്ന് പെരുമാറിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഏകദേശം മനസ്സിലാവും ഇത് ഇവർക്ക് ഇഷ്ടമല്ല എന്നുള്ളത്. സോ ക്ഷമ അനാവശ്യ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നത് ഭീകര കുറ്റകൃത്യമാണ്.
അപ്പോൾ വ്യവഹാരം ഉപയോഗിക്കണം. അവരെന്ത് അർഹിക്കുന്നോ അതേ കൊടുക്കാവൂ. ഉള്ളിൽ ചിന്തിക്കുക അവരും ഒരു ഡിവൈൻ കോൺഷ്യസ്നസ്, അവരും ഒരു ഡിവൈൻ എൻറ്റിറ്റി തന്നെയാണ്. ബട്ട് അവരിലെ ഗുണത്രയങ്ങളിൽ അവർ താമസിക ഗുണത്തിലേക്ക് താഴ്ത്തപ്പെട്ട് കിടക്കുകയാണ്. താമസിക ഗുണം പ്രകടിപ്പിക്കുന്ന സമയത്ത് ശിക്ഷകളെ ഭയന്നിട്ടെങ്കിലും അല്ലെങ്കിൽ എതിർപ്പുകളെ ഭയന്നിട്ടെങ്കിലും ആ വ്യക്തി അതിൽ നിന്ന് രക്ഷപ്പെടണം. അതുകൊണ്ട് വേണ്ടത് കൊടുക്കണം. ഒരു വ്യക്തിയെ പണിഷ് ചെയ്യുന്നത് ആ വ്യക്തിയോട് ചെയ്യുന്ന കാരുണ്യമാണ്. ചില ധർമ്മത്തിൻ്റെ സീമകളെല്ലാം ലംഘിച്ച് അപ്പുറത്ത് കിടന്ന ഒരാൾക്ക് ഉപദേശം കൊണ്ട് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. പണിഷ്മെൻറ്റിലൂടെ മാത്രമേ രക്ഷപ്പെടുള്ളൂ, വേദന കൊണ്ട്. ഒരു രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ ഓപ്പറേഷൻ നിർബന്ധമായിരിക്കുന്ന പോലെ. അപ്പോൾ അവിടെ നമ്മളുടെ വ്യവഹാര ബുദ്ധി പ്രവർത്തിക്കണം. വ്യവഹാര ബുദ്ധി പറഞ്ഞാൽ വ്യക്തിക്ക് വേണ്ടത് കൊടുക്കുക എന്നുള്ളതാണ്. മനസ്സിലാവുണ്ടോ? ഇതാണ് പരമാർത്ഥം വ്യവഹാരം. ഞാൻ ഇന്ത്യയിലെ ഒരു പ്രഗത്ഭനായ ഒരു ഗുരുനാഥൻ്റെ മുന്നിൽ ഋഷികേശിൽ വെച്ചിട്ട് ആളുടെ മുന്നിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ മുന്നിൽ, അങ്ങയെ കടിക്കുവാൻ ഒരു സർപ്പം ചീറ്റി വന്നാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കൊന്നുകളയും. ഞാൻ ഞെട്ടിപ്പോയി ഇത് കേട്ടിട്ട്. ഇവിടെ കൊതു കടിച്ചാൽ പോലും കൊല്ലാത്ത ചില സ്പിരിച്വലിസ്റ്റുകളുണ്ട്. എന്നിട്ട് കൊതു കടിച്ചിട്ട് ഭീകര രോഗം വന്ന് ചത്തുപോയിട്ട് കുടുംബം അനാഥായി കഴിഞ്ഞാൽ അതൊരു കുറ്റകൃത്യമല്ലേ? ചെയ്യേണ്ടപ്പോൾ ചെയ്യണം. അതാണ് വ്യവഹാരം. ബോധത്തിൽ നമ്മൾ പവിത്രമായി സൂക്ഷിക്കണം. ആരോടും ഒരു വെറുപ്പുണ്ടാവരുത്. ഓക്കെ. പിന്നെ നമ്മൾ ഈ ആധ്യാത്മത്തിൽ അല്ലെങ്കിൽ ഈ ആധ്യാത്മ ജീവിതത്തിൽ നമ്മൾ സാധനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പ്രപഞ്ചബോധം അല്ലെങ്കിൽ പ്രപഞ്ച മനസ്സ് അത് ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പൊ ആ ഒരു പ്രപഞ്ചബോധം അല്ലെങ്കിൽ പ്രപഞ്ച മനസ്സായിട്ട് നമ്മൾ കണക്ട് ആവുന്ന അതിന് പല ഫ്രീക്വൻസീസ് ഉണ്ടെന്ന് പറയുന്നു. അതെ. അതിലെന്തെങ്കിലും സത്യങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനെപ്പറ്റി അത് ചോദിച്ച സംശയം. വളരെ ചുരുക്കി പറഞ്ഞുതരാം. 2 ഫ്രീക്വൻസിയിലേക്ക് അതിലേക്ക് ഒതുക്കാം. നമുക്ക് സകാമം, നിഷ്കാമം, ഇങ്ങനെ 2 ഫ്രീക്വൻസിയാണ് അതിനുള്ളത്. സകാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ വറ്റിപ്പോയിട്ടില്ല, നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പുഴുത്തു നിൽക്കുകയാണ്. ഈ ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ യൂണിവേഴ്സൽ എനർജിയോടെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എപ്പോഴും യൂണിവേഴ്സൽ എനർജിയെ നമ്മുടെ ആഗ്രഹങ്ങൾ നടത്താൻ കൈക്കൂലി കൊടുത്ത് എന്തെങ്കിലും ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ ചിന്തിക്കുള്ളൂ. ഇതാണ് സകാമം. ഇത് ആഗ്രഹങ്ങളുടെ അടങ്ങാത്ത കെണിയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നിഷ്കാമം എന്ന് പറഞ്ഞാൽ ഐ ആം കണക്റ്റിംഗ് വിത്ത് ദ യൂണിവേഴ്സൽ പവർ ഫോർ മൈ പീസ്, വേറെ ഒന്നുമില്ല, എൻ്റെ ശാന്തിക്ക് വേണ്ടി. ഇതാണ് നിഷ്കാമം. ഇതാണ് കറക്റ്റായിട്ടുള്ള സ്പിരിച്വാലിറ്റി. ഇതിലൂടെ പോകുമ്പോൾ നമ്മൾ എത്തുന്നൊരവസ്ഥയുണ്ട്, സ്ഥിതപ്രജ്ഞ അവസ്ഥ എന്നാണ് അതിനെ പറയുക. ബോധമുറച്ചൊരവസ്ഥ, എന്ത് സംഭവിച്ചാലും കുലുങ്ങാത്തൊരു മനസ്സ്, ഇതിലേക്കാണ് നമ്മൾ എത്തുക. ക്ലിയറായോ? താങ്ക് യു. സാർ നേരത്തെ പറഞ്ഞതില്ലേ, എനിക്ക് തോന്നുന്നു ഭഗവത്ഗീതയിൽ അങ്ങനെ തന്നെയല്ലേ, ഇപ്പൊ കൃഷ്ണൻ അർജുനനോട് ഈ പറഞ്ഞ പോലെ അർജുനൻ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണല്ലോ, യുദ്ധം ചെയ്യണോ വേണ്ടോ എന്ന്. അപ്പോൾ കൃഷ്ണനും അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ അതാണല്ലോ ഫുൾ ഭഗവത്ഗീതയിൽ പറയുന്നത്. എനിക്ക് ഇത് നമ്മുടെ ജീവിതമാണ് കാണിക്കുന്നത്, നമ്മുടെ ജീവിത ധർമ്മസങ്കടം. മുന്നിൽ നിൽക്കുന്നതൊക്കെ ദുഷ്ടന്മാരാ, പക്ഷെ സ്വന്തം വല്യച്ഛനും ചെറിയച്ഛനും ചേട്ടനും അനിയനും ഒക്കെയാണെന്ന് വിചാരിക്കുക, ഒക്കെ ദുഷ്ടന്മാരാ. നിങ്ങളൊരു പട്ടാളക്കാരിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ കിട്ടിയിരിക്കുകയാണ്, നിങ്ങളുടെ അനിയനെ വെടിവെച്ച് കൊല്ലണം, അദ്ദേഹം ഒരു ഭീകരനാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റണം. അതാണ് കൃഷ്ണൻ ഉപദേശിച്ചത്. അർജുനൻ വല്യച്ഛനും ചെറിയച്ഛനായിട്ട് കണ്ടാൽ കൊല്ലാൻ പറ്റില്ല. യുദ്ധത്തിൽ അർജുനൻ ക്ഷത്രിയനാണ്. ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ പോലീസുകാരെന്ന് വിചാരിക്കുക. നമ്മുടെ നാട്ടിലെ ചിന്താഗതി വെച്ച് നോക്കുമ്പോൾ ഒരു പോലീസുകാരന് കൊല്ലണം എന്നുണ്ടെങ്കിൽ കൊല്ലേണ്ടി വരും. അതാണ് ധാർമ്മിക ബോധം എന്ന് പറയുന്നത്. ധാർമ്മിക ബോധത്തിൽ പിന്നെ ബന്ധമില്ല. അപ്പോൾ നമ്മുടെ ഇമോഷൻസും നമ്മുടെ ഡ്യൂട്ടിയും തമ്മിലുള്ള ഫൈറ്റാണ് ഗീതയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ഡ്യൂട്ടിയും നമ്മുടെ ഇമോഷൻസും. ഇമോഷൻസിനെ നമ്മൾ ഒപ്പം നിർത്തരുത് ഇത്തരം കാര്യങ്ങളിൽ. അപ്പോൾ ധർമ്മത്തെ നമ്മൾ വ്യതിചലിപ്പിക്കും. ഞാനൊരു ഫിലിം കണ്ടിരുന്നു കുറേ നാൾ മുമ്പ്. ലാസ്റ്റ് കണ്ട ഫിലിം എന്താണെന്ന് പറയുക, ജയിലർ എന്ന്. ആകെ കൊലപാതകങ്ങളൊരു ഫിലിമാണ്. ബട്ട് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലാസ്റ്റ് മകനെ വെടിവെച്ച് കൊല്ലുന്ന സീനാണ്. ആ ഒരു സീൻ അതിലില്ലെങ്കിൽ ആ ഫിലിം ഫ്ലോപ്പായി എന്നാണ് എൻ്റെ അഭിപ്രായം. അതൊരു വലിയ മെസ്സേജാണ്. അവിടെ മകനില്ല, അവിടെ ധർമ്മമാണുള്ളത്. അതാണ് ആ ഫിലിമിലൂടെ കാണിച്ചു തന്നെ. അങ്ങനെയുള്ളൊരു മൈൻഡ്. അതിൻ്റെ അർത്ഥം എല്ലാവരും വെടിവെച്ച് കൊല്ലണം എന്നൊന്നുമല്ല ഞാനീ പറയുന്നതിൻ്റെ അർത്ഥം കേട്ടോ. ആക്ഷൻ എടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. അത്ര മാത്രമേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചത്. അത് അവിടെ ഇമോഷനും സ്വന്തം ആളാണെന്നുള്ള ചിന്താഗതി. എൻ്റെ മോൻ അടുത്ത വീട്ടിൽ പോയി കട്ട് കഴിഞ്ഞാൽ ഞാൻ പോയി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കും. അതിനുള്ള മനോഭാവം വളർത്തുക എന്നുള്ളതാണ്. അതാണ് ധാർമ്മികത. ഓക്കെ, അങ്ങനെ വരണം. അതാണ് ഗീത നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. ഓക്കെ, നമുക്ക് ബാക്കി പിന്നെ ഒരു ദിവസം ഡിസ്കഷൻ ചെയ്യാം. ഇന്ന് നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഡിസ്കഷൻസ് ചെയ്യാം. ഓക്കെ സാറേ ഒരു കാര്യം പറയും.
ഹലോ സാറേ, ഞാനിപ്പോൾ ഇത്ര സാറ് ഒരു കാര്യം ചോദിച്ചെന്ന് പറഞ്ഞാൽ, സാറ് എൻ്റെ സാറിൻ്റെ ഒരു രീതിയിൽ ദൈവം ഉണ്ടെന്നാണോ സാറ് വിശ്വസിക്കുന്നതാണോ? സാറൊന്നും പ്രാർത്ഥിക്കാറുണ്ടോ? ഞാൻ അറിയാറില്ലായിരുന്നു. പ്രാർത്ഥിക്കാറില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല കേട്ടോ, ഇന്നേ വരെ. ചെറുപ്പം മുതലേ ഞാൻ ആ ആ പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ മെഡിറ്റേറ്റ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ 14, ചിലപ്പോൾ ഇത് കട്ടാവും കേട്ടോ, നമ്മുടെ ലൈവ് അരമണിക്കൂറാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ കൊടുത്തിരിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓക്കെ. 14 വയസ്സിലാണ് സ്പിരിച്വൽ ടെക്സ്റ്റുകൾ വായിച്ചു തുടങ്ങിയതും സ്പിരിച്വൽ ഗുരുനാഥന്മാരെ കാണാൻ തുടങ്ങിയതും. അന്ന് വരെ ഇങ്ങനെ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ കൂടെ അമ്പലത്തിലൊക്കെ പോവുക അങ്ങനെയൊക്കെ ചെയ്യുന്നല്ലാതെ ബോധപൂർവം ഞാൻ ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ ഞാൻ മെഡിറ്റേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ, പ്രാർത്ഥിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരാവശ്യത്തിന് വേണ്ടിയും ഞാൻ ഒരു പ്രാർത്ഥനയോ സങ്കല്പമോ ഒന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഒരു കാര്യം, പണം ഉണ്ടാവാനോ നല്ല ഭാര്യയെ കിട്ടാനോ കുട്ടി ഉണ്ടാവാനോ ഒരു കാര്യത്തിന് വേണ്ടിയും ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല, ആരോടും യാചിച്ചിട്ടില്ല, ഒരു ദൈവശക്തികളോടും. ഞാൻ മെഡിറ്റേറ്റ് ചെയ്യും, നല്ലപോലെ മെഡിറ്റേറ്റ് ചെയ്യും. പിന്നെ എന്ത് വരുന്നോ അതൊക്കെ എനിക്ക് ഓക്കെയാണ്, നോ പ്രോബ്ലം. എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇത് ഇങ്ങനെയല്ല അങ്ങനെയെന്നൊക്കെ ചിന്താഗതി ഉണ്ടെങ്കിലല്ലേ പ്രാർത്ഥനയുള്ളൂ. എനിക്ക് എന്ത് സംഭവിച്ചാലും ഒന്നുമില്ല, അങ്ങനത്തെ ഒരു സാറ് ചിന്താഗതിയാണ്. ദൈവം വിശ്വസിക്കുന്നതാണോ ചോദിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ദൈവം എന്ന് പറയുന്ന പോയിന്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലേ, ഒരു യൂണിവേഴ്സൽ ന്യൂട്രൽ എനർജിയെക്കുറിച്ച്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബോധമുള്ള ഒരു റോ മെറ്റീരിയൽ, സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന അതിൽ നിന്നാണ്. അതിൽ ഞാൻ ഉറച്ച ബോധമുള്ളതാണ്, ഞാൻ വിശ്വസിക്കുകയല്ല, ഞാൻ അനുഭവിക്കുന്നതാണത്. എന്നിട്ട് അതിനോട് പ്രാർത്ഥിക്കേണ്ട ഒരാവശ്യമില്ല എന്നാണ് എൻ്റെ മൈൻഡ് എന്നോട് പറയാറുള്ളത്. കാരണം ഞാനും അതും ഓക്കെ. തമ്മിലൊരു അത് വ്യത്യാസമില്ല. കിട്ടുന്ന എനർജി വഴി നമുക്ക് എടുക്കാനല്ല, അതിന്റെ വഴിക്ക് പൊക്കോളും. അതായിരിക്കും അല്ലേ? അങ്ങനല്ലേ? അതെ 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 അതെ. ഞാൻ ആ യൂണിവേഴ്സൽ എനർജിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കാറില്ല. എന്നെ യൂണിവേഴ്സൽ എനർജി ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അങ്ങോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാറില്ല. പ്രാർത്ഥന ഒരു ഇൻഫ്ലുവൻസിങ് ആണ് എപ്പോഴും. എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നെ യൂണിവേഴ്സൽ എനർജി ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ്, അല്ലാതെ ഞാൻ അങ്ങോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒന്നും ആവശ്യപ്പെടാറില്ല. പിന്നെ പൊതുവേ എനിക്ക് ചെറുപ്പത്തിൽ കിട്ടിയ ഒരു അറിവാണ്, പ്രാർത്ഥന നമ്മളെ ദുർബലമാക്കും, ധ്യാനം നമ്മളെ ശക്തമാക്കും എന്നുള്ളത്, മെൻ്റലി. അതുകൊണ്ടായിരിക്കും ഞാനത് ചെയ്യാത്തത്. ഓക്കെ. എന്താ പറഞ്ഞേ? ആത്മീയത തന്നെ ഒരു ഭൗതികതയല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. ആത്മീയതയെ ഭൗതികമായിട്ടും കാണാം. അതാണ് ഞാൻ സകാമം നിഷ്കാമം എന്ന് പറഞ്ഞ്. ആത്മീയതയെ ഭൗതികമായിട്ടും കാണാം, ആത്മീയമായിട്ടും കാണാം. ലോകത്ത് 2 ഉദ്ദേശമാണ് ജീവിതത്തിനുള്ളത്. ഒന്നുകിൽ ലോകത്തിലെ സകലതും ഭോഗിക്കുവാനുള്ള ഇഷ്ടം, അല്ലെങ്കിൽ ഈ ലോകത്തിനോട് വലിയ താല്പര്യമില്ലാത്തൊരവസ്ഥ. ഈ താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്ന ആത്മീയത ഭൗതികമല്ല. വാക്ക് ഭൗതികമാണ്, പൂർണ്ണമായിട്ടും ഭൗതികം. എല്ലാ വാക്കും ഭൗതികമാണ്, മനുഷ്യൻ കണ്ടുപിടിച്ചതാണ് സകലതും. ഭാഷയെ മനുഷ്യൻ കണ്ടുപിടിച്ചതാണ്. സോ ആത്മീയതയെ ഭാഷയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ. അത് ശരിക്കും ചിന്തയാണെങ്കിലും സങ്കല്പമാണെങ്കിലും എല്ലാം അത് അതിസൂക്ഷ്മ ഭൗതികം തന്നെയല്ലേ? അപ്പൊ അതിനകത്തൂടെ ഈ ആത്മീയതേനെ എന്ത് പറഞ്ഞാലും ആത്മീയതയിൽ ഒരു ഭൗതികത്തിന് ഇരിപ്പിടല്ലല്ലോ, അതിനുള്ള സ്ഥലമില്ലല്ലോ. തീർച്ചയായിട്ടും ഭൗതികത ഇല്ലെങ്കിൽ ആത്മീയത നിലനിൽക്കില്ല, ആത്മീയത ഇല്ലെങ്കിൽ ഭൗതികതയും നിലനിൽക്കില്ല. ഭൗതികതയിലാണ് ആത്മീയത നിലനിൽക്കുന്നത്. കാരണം ഭൗതിക ജീവിതത്തിൻ്റെ ഉള്ളിലാണല്ലോ നമ്മൾ. ജനിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ആത്മീയത ഉണ്ടാവുക? ഭൗതികത്തിൻ്റെ മേലെ മാത്രമേ ആത്മീയത നിലനിൽക്കുള്ളൂ. ഭൗതികമായ ഇതിനെ അവഗണിച്ചുകൊണ്ടൊരു ആത്മീയത തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഭൗതികതയെ അവഗണിച്ചുകൊണ്ടൊരു ആത്മീയത ആവശ്യമില്ല. ഭൗതികതയ്ക്ക് ഭൗതികതയുടെ ജോലിയുണ്ട്, ആത്മീയതയ്ക്ക് ആത്മീയതയുടെ ജോലിയുണ്ട്. ഒരു വാഹനത്തിന് ഡ്രൈവർക്ക് ഡ്രൈവറുടെ ജോലിയുണ്ട്, ഫ്യൂവലിന് ഫ്യൂവലിൻ്റെ ജോലിയുണ്ട്. ഡ്രൈവറാണോ ഫ്യൂവലാണോ വലുത് ചോദിച്ചാൽ എന്താ പറയുക നമ്മൾ? ഇതേപോലെയാണ് ആത്മീയതയും ഭൗതികതയും, രണ്ടിനും അതിൻ്റെ ജോലിയുണ്ട്. ഭൗതികത ഇല്ലെങ്കിൽ ഈ കാര്യം എങ്ങനെ ഞാൻ നിങ്ങളോട് സംസാരിക്കുക? സൂം ഇല്ലെങ്കിൽ, കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ, മൈക്ക് ഇല്ലെങ്കിൽ, അല്ലേ? അപ്പോൾ പണ്ട് ഒരു ചിത്രം ഉണ്ടായിരുന്നു, ഒരു മുടന്തൻ അന്തൻ്റെ തോളിലിരുന്ന് യാത്ര ചെയ്യുന്നത്. മുടന്തന് നടക്കാൻ ബുദ്ധിമുട്ടാണ്, അന്തന് കണ്ണും കാണില്ല. അപ്പോൾ മുടന്തൻ അന്തൻ്റെ തോളിൽ കയറിയിരുന്നിട്ട് മുടന്തൻ വഴി കാണിക്കും, അന്തൻ നടക്കും. രണ്ടും കൂടെ ചേരുമ്പോൾ മുന്നോട്ട് പോകും. ഇതിലെ മുടന്തനെ ഭൗതികതയായിട്ടും മുടന്തനെ ആത്മീയതയായിട്ടും അന്തനെ ഭൗതികതയായിട്ടുമാണ് പറയുന്നത്. രണ്ടും കൂടെ ചേർന്നാൽ നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ വേണം നമ്മൾ പോകാൻ. ഭൗതികതയ്ക്ക് വളരെ പ്രസക്തി കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളെന്താ ഇന്നത്തെ ലൈഫ് സ്റ്റാൻഡേർഡ് മുഴുവൻ ഭൗതികത കൊണ്ട് വളർന്നതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഭൗതികമായ കാര്യങ്ങളിൽ നമ്മൾ പുതിയ അപ്ഡേഷൻ കൊണ്ടുവന്നതുപോലെ ആത്മീയ കാര്യങ്ങളിലും നമ്മൾ പല പരമ്പരാഗത ചിന്താഗതികളെയും മാറ്റി കുറച്ച് പുതുക്കിയെടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
പൊതുവെ ആത്മീയതയിൽ ആളുകൾ പാരമ്പര്യത്തെ വിട്ട് കളിക്കില്ല. പാരമ്പര്യത്തെ വിടാം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനും പരിണാമം സംഭവിക്കണം. നമ്മൾ കാളവണ്ടി ഉപേക്ഷിച്ച് കാറിൽ സഞ്ചരിക്കാൻ തുടങ്ങിയില്ലേ? ഭൗതികമായ കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവന്നില്ലേ? ഇതുപോലെ ആത്മീയ ചിന്താഗതികളിലും നൂതനമായ ചിന്താഗതികൾ വന്നുകൊണ്ടേയിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. മനുഷ്യൻ്റെ ജീവിത രീതി മാറിയത് അപ്ഡേറ്റ് ആയതിനനുസരിച്ച് പുതിയ പുതിയ കോൺസെപ്റ്റുകൾ വരണം, ആത്മീയതയിൽ പുതിയ പ്രാക്ടീസുകൾ വരണം. ഓക്കെ, ഹലോ സാറേ, സമയമുണ്ടോ സാറേ എൻ്റെ ഒരു അനുഭവം പറയാനായിട്ട്? പറഞ്ഞോളൂ. ചിലപ്പോൾ കട്ടാവും ടൈം കഴിഞ്ഞ്. ആ, പറഞ്ഞോളൂ. ഞാൻ ഇന്ന് പ്രാക്ടീസ് ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ ഇന്ന് എനിക്ക് ഞങ്ങളുടെ ജീവനക്കാർക്ക് ഒരു ക്ലാസ് എടുക്കണമായിരുന്നു. ഓക്കെ. അപ്പൊ എന്നോട് നേരത്തെ പറയുമ്പോൾ ഞാനത് മടിക്കുമായിരുന്നു. ഞാൻ ഇന്നൊരു 116ഓളം പേർക്ക് ഞാൻ ഇന്നൊന്ന് ക്ലാസ് എടുത്തു. കഴിഞ്ഞ ശനിയാഴ്ച ഒരു 10-56 പേർക്ക് എടുത്തിരുന്നു. ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ്സും എടുത്ത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി സാറേ. ഒരുപാട് പേര് അത് കഴിഞ്ഞിട്ട് വന്ന് നേരിട്ട് വന്ന് അനുമോദിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പറയാൻ ശ്രമിക്കുകയും, സമയമില്ലായിരുന്നു എന്നാൽ കൂടി ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളാണ് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയത്. ഞാൻ എങ്ങനെ സന്തോഷവതിയായിട്ട് ഇരിക്കുന്നു എന്നുള്ള രീതിയിൽ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നു. അതെ, ഞാനിപ്പോ 2 ഓഫീസിന്റെ ചാർജ് കൊണ്ടുപോകുന്നു. ആ സമയത്തും ഇങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുന്നത് എങ്ങനെ എന്ന്, നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ജോലി ചെയ്യണം എന്നുള്ളത് പറയാനാണ് എന്നോട് എൻ്റെ ഓഫീസർ പറഞ്ഞത്. അപ്പൊ ഞാൻ അത് പറഞ്ഞു കൊടുക്കാൻ ഒന്ന് ശ്രമിച്ചു. അവർക്കത് വളരെ ഇഷ്ടപ്പെട്ടു. വെരി ഗുഡ്. ആ ഒരു സന്തോഷം ഞാൻ നമുക്ക് പുതിയൊരു ടീച്ചറെ കിട്ടിയിട്ടുണ്ട്, വിനി മാഡം. അധികം വൈകാതെ ട്രാക്കിൽ കയറുന്നതായിരിക്കും. അയ്യോ, അങ്ങനെയല്ല സാറേ. സാറിന്റെ ക്ലാസ് കൂടിയതിൽ പിന്നെയാണ് ഇന്നാണ് എനിക്ക് അത്രയും ധൈര്യം വന്നത്. ഇടുക്കി ജില്ലയിലെ ശരിക്കും ജയിലിൽ ഒരു ക്ലാസ് എടുക്കാൻ എന്നോട് പറഞ്ഞിരുന്നു. എന്നെ ഇങ്ങനെ ഞാൻ സംസാരിക്കുമ്പോ ഓരോന്നൊക്കെ പറയുന്നത് കൊണ്ട് ഇത് തന്നെ വന്നൊന്ന് അവരോട് സംസാരിക്കുമോ എന്ന് എന്നോട് ചോദിച്ചിരുന്നു. പക്ഷെ എനിക്ക് അതിനുള്ള ധൈര്യം കിട്ടിയില്ല. ഒന്നുമില്ല, ജയിലിൽ ക്ലാസ് എടുക്കാൻ ഒരിക്കലും അത് ഇല്ലാതേക്കരുത്. അത് ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട് വേറൊരാളെ ഞാൻ ഏർപ്പാടാക്കി കൊടുത്തു ജയിലിൽ ക്ലാസ് എടുക്കാൻ. ഇതുപോലെ ചാൻസ് കിട്ടിയാൽ കളയരുത്. നിങ്ങൾക്ക് ഞാനായിട്ട് കോണ്ടാക്ട് ഉള്ളതാണ്, നമുക്ക് ഡിസ്കഷൻ ചെയ്യാം, എന്നിട്ട് നന്നായിട്ട് ചെയ്യാം. ഓക്കെ സാർ. ഇന്നൊരു വലിയ കാളിൽ ഇത്രയും പേരുടെ അടുത്ത് നിന്ന് പറയാൻ പറ്റിയത് ഞാൻ സാറുമായിട്ട് കോണ്ടാക്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ്. ദിവസവും സാർ എനിക്ക് തരുന്ന ആ ഒരു പോസിറ്റീവ് എനർജി, അതുകൊണ്ട് മാത്രമാണ് സാറേ ഇന്ന് ധൈര്യമായിട്ട് ഇതൊരു പ്രാക്ടീസ് ആയിട്ടും കൂടെ എടുത്താണ് ഞാൻ കയറി നിന്ന് സംസാരിക്കാൻ പറ്റിയത്. ഞാൻ സാറിന് ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഓക്കെ സാർ, താങ്ക് യു. ആ സന്തോഷം എനിക്ക് പങ്കുവയ്ക്കണമെന്ന് തോന്നി, അതാണ്. ഓക്കെ, താങ്ക് യു ബിനി മാഡം. ഓക്കെ സാർ, താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്. നമുക്ക് കാണാം നാളെ മോർണിംഗിലാണ് കേട്ടോ. നാളെ മോർണിംഗ്. ഹലോ സാർ, സാറേ നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് ഒരു പേഴ്സണലി ഒന്ന് കോൺടാക്ട് ചെയ്യണമെങ്കിൽ അതെങ്ങനെ? നമ്മളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്, ഗ്രൂപ്പിൽ നിങ്ങളെ ചേർക്കുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് പേഴ്സണൽ മെസ്സേജസും അയക്കാൻ പറ്റും കേട്ടോ. കാരണം നമ്മൾ എന്നാന്ന് പറഞ്ഞാൽ ഒരു ചിലപ്പോൾ ഇങ്ങനെ നമ്മളൊരു ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ ചോദിച്ചായിരുന്നേ കുറെ പേര്. അപ്പൊ അതാ സാറിനോടൊന്ന് സംസാരിക്കാൻ. നമ്മളുടെ ഒരു ഗ്രൂപ്പിൽ, ഞാനും കൂടെ ഉള്ള ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യൂ കേട്ടോ, പ്രോഗ്രാം കഴിയുമ്പോഴേക്കും. ഓക്കെ സാർ, ഓക്കെ, കുഴപ്പമില്ല. ശരി, ബൈ ബൈ, ഗുഡ് നൈറ്റ്. താങ്ക് യു സർ.